പോയാൽ വാലിദിൻ വമാ വലത്, ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത് എൻ്റെ നാടാണ് എന്ന് കൂടെ പറഞ്ഞിട്ട് പിന്നെ സത്യം ചെയ്യുന്ന അടുത്ത വാക്യം ആണ് വാലിദിൻ വമാ വലത്. എന്താണ് വാലിദും വലതും? ജനകനെ കൊണ്ടും അയാൾ ജനിപ്പിച്ചതിനെ കൊണ്ടും എന്നാണ് ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ജനിപ്പിച്ചതിനെ കൊണ്ടും ജനിപ്പിച്ചവനെ കൊണ്ടും എന്ന് സത്യം ചെയ്യാണ് അള്ളാഹു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈ ജനകനെ കൊണ്ടും ജനിപ്പിച്ചവനെ കൊണ്ടും സത്യം എന്ന് അള്ളാഹു പറയേണ്ട ആവശ്യം എന്താണ്? എന്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്? ഒരു പിടിയും ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ പലരും പല അർത്ഥവും പറഞ്ഞിട്ട് ഉരുളുകയാണ്. എന്നാൽ വാസ്തവം എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ മുഹമ്മദ് ചെയ്തത് എന്താ വെച്ചാൽ, മുഹമ്മദ് ഇവിടെ ബലത് ബലത് എന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കി. ബലത് ബലത് എന്ന വാക്ക് ആവർത്തിക്കുന്ന രണ്ട് ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കി ഈ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സത്യം ചെയ്യലിൻ്റെ കൂട്ടത്തിൽ വലത് വാലിദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്യം കൂടെ കൊണ്ടുവന്ന് കോർത്തു. അപ്പോൾ ഇവിടെ ബലത് ബലത് വലത് വാലിദ് എന്ന് പറയുന്ന ഈ അക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് കൊണ്ടുവന്ന് വെച്ച രണ്ട് വാക്കുകൾ മാത്രമാണ് വാലിദിൻ വമാ വലത് എന്ന് പറയുന്ന ഈ വാക്യം. വാലിദിൻ വമാ വലത് എന്ന ഈ വാക്യം ഇവിടെ ലത് ലത് എന്ന് അക്ഷരപ്രാസം ഒക്കുന്ന എന്തെങ്കിലും വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് രണ്ട് വാക്ക് കിട്ടി അതവിടെ കൊണ്ടുവന്നങ്ങ് കോർത്തു. ഇതിനപ്പുറം ഇതിനർത്ഥം അന്വേഷിക്കുന്നത് തന്നെ യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട പോലും കാര്യമില്ല. മുഹമ്മദ് ഇവിടെ ഇത് കൊണ്ടുവന്ന് ഒട്ടിക്കാൻ കാരണം അത് ആദ്യം പറഞ്ഞ രണ്ട് ബലത് ബലത് എന്നുള്ള വാക്കിനോട് ഉച്ചാരണത്തിൽ സാമ്യമുള്ള ഒരു വാക്ക് കിട്ടണം എന്ന് വിചാരിച്ച് എവിടുന്നോ പെറുക്കിക്കൊണ്ടുവന്ന രണ്ട് വാക്കുകൾ മാത്രമാണ്. ഇനി വ്യാഖ്യാതാക്കളാണ് അതിന് അർത്ഥം ഉണ്ടാക്കേണ്ടത്. വ്യാഖ്യാതാക്കൾ എന്തൊക്കെ അർത്ഥങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് അത് എല്ലാ തന്തമാരെയും മക്കളെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് സത്യം ചെയ്യാണ് തന്തമാരെയും മക്കളെയും പിടിച്ചുകൊണ്ട് എന്നാണ് ഒരു കൂട്ടരുടെ വാദം. വേറൊരു കൂട്ടർ പറയുന്നത് അത് മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്നവരും അതിന് കഴിയാത്ത ഷണ്ടന്മാരും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഷണ്ടന്മാരെ പിടിച്ച് പൊക്കി കാണിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. പിന്നെ പ്രജനന ശേഷിയുള്ളവരെയും അത് ശേഷിയില്ലാത്ത ഷണ്ടന്മാരെയും പൊക്കി പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യണം. അന്ന് ഷണ്ടന്മാർ മിക്കവാറും ഈ വരി ഉടച്ചിരുന്ന അടിമകളായിരുന്നു ആ കാലത്ത് ഷണ്ടന്മാരുണ്ടായിരുന്നത്. അപ്പോൾ ആ വരി ഉടച്ച ഷണ്ടന്മാരെ പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യാണ് എന്നാണ് വേറെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം ഇത് ആദം നബിയെയും ആദമിൻ്റെ മക്കളായ മനുഷ്യകുലത്തെയും മൊത്തം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദം നബിയെയും ആദമിൻ്റെ സന്തതികളായ മക്കളെയും കൂടെ പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ് എന്നാണ് ഒരു കൂട്ടരുടെ വാദം. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വ്യാഖ്യാതാക്കൾ ഇതിന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരർത്ഥവുമില്ലാതെ ഈ അക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഈ ആദ്യം പറഞ്ഞ രണ്ട് ബലത് ബലത് എന്നുള്ള വാക്കിനോട് ഉച്ചാരണത്തിൽ സാമ്യമുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്ക് എവിടുന്നോ കിട്ടി അതുകൊണ്ടെന്ന് ഇവിടെ കോർത്തു എന്നതിനപ്പുറം മുഹമ്മദ് ഇതിന് പ്രത്യേകിച്ച് അർത്ഥവും ആശയമൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ച തമ്പുരാന് ഇങ്ങനെയൊക്കെ തന്തേനെയും മകനെയും പൊക്കി കാണിച്ചിട്ടും അതല്ലെങ്കിൽ ഷണ്ടനെയും ഷണ്ടനല്ലാത്തവനെയും പൊക്കി കാണിച്ചിട്ടും ഒക്കെ സത്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ?